കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നോർത്ത് പറവൂർ KR ഗംഗാധരൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വർഷം 2014 ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച് 10 വർഷക്കാലത്തോളം ഈ സംഘടന വളർച്ചയുടെ പാതയിലേക്ക് എത്തി നിൽക്കുകയാണ്. പറയാം, ഏതൊരു സംഘടനയും രൂപം കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഏത് സംഘടന വെച്ചാൽ അതിൽപ്പെട്ട കുറച്ചു പേരെ ഒത്തൊരുപ്പിച്ചുകൊണ്ട് നമുക്കൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. പക്ഷേ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ അനുസൃതം മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് നമ്മുടെ മുന്നിൽ തടസ്സങ്ങളും വെല്ലുവിളികളും എല്ലാം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു സംഘടന അയൺ ഫാബ്രിക്കേഷനും എഞ്ചിനീയറിംഗ് യൂണിറ്റ്, അതായത് വർക്ക്ഷോപ്പുകൾ ആയിട്ട് തുടങ്ങുന്നത് ഇവിടെ മുതലാളി തൊഴിലാളി എന്ന് വേർതിരിവില്ല. കാരണം രണ്ടും ചിലപ്പോൾ ഒരാൾ തന്നെയായിരിക്കും. ജില്ലാ പ്രസിഡന്റ് സനൽ അധ്യക്ഷനായി. ഒരു സംഘടന വളർത്തുക എന്നത് വളരെ പാടാണ്. ഒരു ചെറിയ സ്ഥലത്ത് ഒരു സംഘടന വളർത്തുക എന്നുള്ളത് പാടാണ്. പക്ഷേ അതൊരു ജില്ല മുഴുവനും വളർത്താൻ തന്നെ അതിലേറെ പാടാണ്. അതൊരു സംസ്ഥാനമാകുമ്പോഴും ദുഷ്കരമാണ്. 10 വർഷത്തിനുള്ളിൽ ഈ സംഘടന 6000 മെമ്പർമാരുമായി ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുകയാണ്. അത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ വളരെ ശക്തമായി തന്നെ അവർ സാമൂഹിക പ്രവർത്തനത്തിൽ വരെ അവർ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മുന്നോടിയായി ജില്ലാ സമ്മേളനത്തിന് വരവറിയിച്ച് അവർ താലൂക്ക് ആശുപത്രിയിലെ കേടായ ഇരുമ്പ് സാമഗ്രികൾ ഒരു കൂട്ടം അവിടുത്തെ കമ്മിറ്റിക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അവർ ഈ ജില്ലാ സമ്മേളനത്തെ വരവേറ്റത്. പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങൾ ഏത് വ്യവസായ മേഖലയിൽ ഇടപെടുന്നു ആ വ്യവസായ മേഖലയിൽ അപ്ഡേറ്റഡ് ആവാനും അതിൻ്റെ മോഡേണൈസേഷനും ആവശ്യമായ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയെ നമ്മുടെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരാനും നമ്മൾ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കണം. അങ്ങനെ തയ്യാറായിട്ട് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റുമോ? പറ്റായിക്കൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള പലതും അപ്രസക്തമായി പോയിട്ടുണ്ട്. അതിനാണ് സംഘടന എന്ന് പറഞ്ഞ സാധനം. സംഘടന കൊണ്ട് ശക്തരാവുക. പണ്ടൊരു നവോത്ഥാന നായകൻ പറഞ്ഞല്ലേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം, പക്ഷേ പ്രബുദ്ധത കൊണ്ട് ശക്തി കിട്ടില്ല. ശക്തി കിട്ടണമെങ്കിൽ സംഘടന വേണം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദേവരാജൻ സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തി. നിലയിൽ വന്നത് 2014 അതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ പല ജില്ലകളിലും പല പേരുകളിൽ ജില്ലാ കമ്മിറ്റികളും സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പല പേരുകൾ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ രതീഷ് ബാബു, ബിജു, CA സേവി, ബാബു ചീരാച്ചി, ബിജു മേപ്പുള്ളി, ഹരിഹരൻ, ജോജി കോട്ടുവള്ളി, രാജീവ് പുത്തമ്പേലിക്കര, ഹസൻ കളമശ്ശേരി, നന്ദൻ കുന്നുകര, മുരളി വൈപ്പിൻ, രതീഷ് കരിങ്ങാത്തുരുത്ത് എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ചുള്ള സ്റ്റാളുകളും പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.